കേട്ടു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്. Good morning. Good morning all. Good morning. Kabir Das sir, good morning. Good morning. ഒരുപാട് ദിവസം കൊണ്ട് കയറാൻ പറ്റുന്നില്ല. പല സോറി ഇന്നും ട്രെയിനിലാണ്, എന്നാലും കയറി കട്ടാവുമെന്ന് അറിയില്ല. ഓക്കെ. ട്രെയിനിൽ യാത്രയില്ല. എവിടെ പോവാ? തൃശ്ശൂർ. ഓക്കെ. അരുൺ രവി സാർ ഗുഡ് മോർണിംഗ്. ആബിദ് മാഡം ഗുഡ് മോർണിംഗ്. ശ്വേത സേട്ട ഗുഡ് മോർണിംഗ്. പ്രിയ മാഡം ഗുഡ് മോർണിംഗ്. ട്രെയിനർ ശശാന്ത് സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നേരത്തെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിരുന്നു, അപ്പൊ ശാന്ത് സാറ് പറഞ്ഞില്ല. ഗുഡ് മോർണിംഗ്. ശശാന്ത് ബ്രോ. ഓക്കെ. ഇന്നലെ എന്താ ട്രെയിനിങ്ങില് ബിസി ആയിരുന്നോ? ഇന്നലെ ഞങ്ങളൊരു 3 ദിവസത്തെ ഒരു കോഴ്സ് നടത്തുന്നുണ്ട്, ഒരു പാരന്റിങ് സ്റ്റോറീസ്. സ്റ്റോറി ടെല്ലിംഗ് അല്ലേ? Good morning, sir. അരുൺ രവി സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരാ പറഞ്ഞേ? ശ്രീജന മേഡാണോ? ആരാട്ടെ, കിട്ടിയല്ലോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടൈം ആയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ആൾ. The meeting in connection with the 7 a.m. morning drive of JCI India Zone 28 is hereby called to order. നമ്മുടെ 239ാമത്തെ ദിവസമായ ഈ 7 a.m. മോർണിംഗ് ഡ്രൈവിലേക്ക്
ആദ്യമായി സോൺ 28ന്റെ പ്രസിഡന്റ് ZP ചിത്ര മേഡത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, ഇന്ന് ഇവിടെ ഗസ്റ്റ് സ്പീക്കറായിട്ട് നമ്മളോട് സംസാരിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ഷർഷാദ് സാറേയും ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ 7 AM മോർണിംഗ് ഡ്രൈവിന്റെ ഒരു ആക്റ്റീവായിട്ട് തുടർന്നു കൊണ്ടുപോകാനുള്ള പ്രചോദനമായ ഇതിന്റെ പാർട്ടിസിപ്പൻസ്, കഴിയുന്ന ആളുകളൊക്കെ പരമാവധി വീഡിയോ ഓൺ ആക്കിയിട്ട് നമ്മുടെ ട്രെയിനർക്കും സപ്പോർട്ടായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കഴിയുന്ന ആളുകൾ, നമ്മൾ കഴിയാത്ത ഈ രാവിലെ ആയതുകൊണ്ട് കുറെ പ്രയാസങ്ങളുള്ള ആളുകൾ ഉണ്ടാവും. കഴിയുന്ന ആളുകൾ സഹകരിച്ചുകൊണ്ട് വീഡിയോ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് JCI ഇന്ത്യ സോൺ 21ന്റെ സോൺ ട്രെയിനറാണ്. സോൺ ട്രെയിനറും അതുപോലെ തന്നെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്നാണ്. ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളതിന്റെ ഒരു ടോപ്പിക്കിൽ നിന്നുകൊണ്ട് ഷർഷാദ് സാർ നമ്മളോട് അതിന്റെ മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു ഫെബ്രുവരി മാസത്തിലൊക്കെയാണെന്ന് തോന്നുന്നു ഒരു പ്രാവശ്യം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് ഷർഷാദ് സാറ്. അപ്പോ അദ്ദേഹത്തിന്റെ 2ാമത്തെ തവണയാണെന്ന് തോന്നുന്നു നമ്മുടെ സെഷൻ. അപ്പം മാക്സിമം അത് ഉപയോഗപ്പെടുത്തുക. മാക്സിമം ആളുകൾ ലൈവായിട്ട് ആക്റ്റീവായിട്ട് സെഷനിൽ ഇരിക്കുക. ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷർഷാദ് സാറെ ഹൃദ്യമായിട്ട് ക്ഷണിക്കുന്നു. ദ ഫ്ലോർ ഈസ് യുവേഴ്സ് ഷർഷാദ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ഈ വേദിയിൽ വീണ്ടും എത്താൻ കഴിഞ്ഞതിലും നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിലും ഉള്ള സന്തോഷം അറിയിക്കുന്നു. നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് വരാം. സ്റ്റോറി, കഥകൾ. മനുഷ്യന്റെ ചരിത്രത്തോളം തന്നെ കഥകൾക്കും പഴക്കമുണ്ട്. മനുഷ്യന്റെ അതിജീവനത്തിന്റെ കാരണം തന്നെ കഥകളാണ് എന്നാണ് പറയുന്നത്. മറ്റു ജീവികൾ, ഒരുപാട് ജീവികൾ ഭൂമുഖത്ത് വന്ന് നാശവംശം സംഭവിച്ചപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യര് ഇങ്ങനെ അതിജീവിച്ച് അത് എന്ന് ചോദിച്ചാൽ, മനുഷ്യർക്ക് കഥ പറയാനുള്ള കഴിവാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. കാരണം പണ്ട് നമ്മുടെ പൂർവികർ കാട്ടിലൊക്കെ താമസിച്ചിരുന്ന കാലത്ത് തന്നെ തങ്ങളുടെ സഹ കൂട്ടുകാരായിട്ടുള്ള ആളുകൾ, കൂടെ ജീവിക്കുന്ന ആളുകൾ വേട്ടയാടാൻ പോകുന്ന സമയത്ത് അവര് വേട്ടയാടി തിരിച്ചു വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ആ വേട്ടയാടിയ അനുഭവങ്ങൾ പറയാറുണ്ടായിരുന്നു അത്ര. അങ്ങനെ പറയുമ്പോൾ കാട്ടിലെ വിവിധ മൃഗങ്ങളെ കുറിച്ച്, വിവിധ മൃഗങ്ങളുടെ ജീവിത രീതികളെ കുറിച്ച്, അക്രമകാരികളായ മൃഗങ്ങളെ കുറിച്ച് ഇവരെയൊക്കെ പരസ്പരം അങ്ങനെ കഥ പറഞ്ഞ് സംസാരിച്ച് ആ ഉത്ബോധനത്തിൽ നിന്നാണ് അവർക്ക് അപകടങ്ങളെക്കുറിച്ചും തങ്ങളുടെ ഇല്ലാതെയാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അവർക്കൊരു ബോധമുണ്ടാവുകയും അതിനെ സംബന്ധിച്ച് ഒരു അവബോധമുണ്ടാവുകയും സൂക്ഷ്മതയുണ്ടാവുകയും ഒക്കെ ചെയ്തത് കൊണ്ടാണ്, പിന്നീട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചത് കൊണ്ടാണ് മനുഷ്യർക്ക് അതിജീവനം സാധ്യമായത് എന്ന് ചരിത്രം പറയുന്നു. ലോകപ്രശസ്ത നരവംശ ശാസ്ത്രജ്ഞനായിട്ടുള്ള യുവാൽ നോഹ ഹരാരി, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. സാപ്പിയൻസും അതുപോലെ തന്നെ ഹോമോഡ്യൂസും 21 ലെസൺ ഫോർ 21st സെഞ്ചുറി ഉൾപ്പെടെയുള്ള പുസ്തകം. അതിലൊക്കെ അദ്ദേഹം മനുഷ്യവംശത്തിന്റെ ചരിത്രം പറയുന്നു. ഒക്കെ ഒരു കഥകൾ ആയിട്ടാണ് അദ്ദേഹം അതൊക്കെയും അവതരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത്, നമ്മൾ ട്രെയിനിങ് ആയാലും മറ്റേത് മേഖലയിലായാലും സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഇന്ന് പരിഗണിക്കപ്പെടുന്ന കാര്യമാണ്. കഥ എങ്ങനെ പറയുന്നു എന്നതാണ്. കഥ പറയുമ്പോൾ ഏത് പ്രായത്തിലുള്ള ആളുകളും ഏറ്റവും താല്പര്യത്തോടെ നമ്മളെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറ്. നമ്മളൊരു സംസാരത്തിൽ, നമ്മളൊരു ട്രെയിനിങ്ങിൽ, നമ്മളൊരു പ്രസംഗത്തിൽ ഒക്കെ കഥകൾ ഉപയോഗിക്കുമ്പോൾ, കാരണം ആ കഥയുടെ
ആ ഒഴുക്കും അതോടൊപ്പം പിന്നീട് എന്ത് സംഭവിക്കും, ആകാംക്ഷ, ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് മനുഷ്യർക്കുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ആ ക്യൂരിയോസിറ്റിയെ നമുക്ക് നിലനിർത്താൻ കഴിയുമ്പോൾ ആളുകളുടെ ശ്രദ്ധ എങ്ങോട്ടും പോകാതെ വളരെ കൃത്യമായി നമ്മിലേക്ക് തന്നെ വരും. അതുകൊണ്ടാണ് പഴയ കാലം മുതൽ നമ്മുടെ വേദങ്ങൾ എടുത്ത് പരിശോധിച്ചാലും വിശുദ്ധ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ഒക്കെയും എല്ലാത്തിലും കഥകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ വേദഗ്രന്ഥങ്ങൾ മഹാഭാരതമോ രാമായണമോ ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കൂ, അതിലൊക്കെയും കഥകളാണ് പറയുന്നത്. ബൈബിൾ കഥകളിലൂടെയാണ് കാര്യം പറയുന്നത്. ഖുർആൻ കഥകളിലൂടെയാണ് കാര്യം പറയുന്നത്. ഓരോ വേദഗ്രന്ഥങ്ങളും എടുത്ത അതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് പോലും, ഉദാഹരണത്തിന് ഖുർആൻ എന്തിനാണ് ഇറക്കിയത് എന്ന് ഖുർആൻ തന്നെ പറയുന്ന ഒരു രംഗമുണ്ട്. ഖുർആൻ പറയുന്നു, നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് നാം ഇതിറക്കിയത് എന്ന് ഖുർആൻ പറയും. എന്നിട്ട് അതേ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് മനോഹരങ്ങളായിട്ടുള്ള കഥകൾ പറഞ്ഞു തരാം. അന്ധകാരത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാൻ ഇറക്കിയിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ എന്നിട്ട് തുടർന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിമനോഹരമായ കഥകൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ ആ കഥകളാണ് നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യിക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് വിഷ്ണു ശർമ്മൻ പഞ്ചതന്ത്രം കഥകൾ എഴുതിയത്. അവിടുത്തെ അമരശക്തി രാജാവിന്റെ 3 മക്കൾ, ആ 3 മക്കളെയും നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ, അവർക്ക് ഈ അധികാര സ്ഥാനത്തേക്ക് വരാൻ കെൽപ്പില്ലാത്ത ഒരവസ്ഥയിൽ ഇതെങ്ങനെ പരിഹരിക്കും എന്ന് എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോഴാണ് വിഷ്ണു ശർമ്മനെ വിളിച്ചിട്ട് ഈ 3 മക്കളെ ഏൽപ്പിച്ചു കൊടുക്കുക. വിഷ്ണു ശർമ്മൻ അവരെ പഠിപ്പിച്ചത് മുഴുവൻ കഥകളിലൂടെയാണ്. വെറും കഥകൾ മാത്രം പറഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു 3 വിദ്യാർത്ഥികളിൽ എങ്ങനെയാണ് ബൗദ്ധികമായി അവരെ വളർത്തേണ്ടത് എന്ന് അദ്ദേഹം പഞ്ചതന്ത്രം കഥകളിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. 1001 രാവുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടുത്തെ രാജാവ് എല്ലാ ദിവസവും ഒരു പെൺകുട്ടിയെ വിളിച്ച് അവരുടെ കൂടെ കിടക്കുകയും പിറ്റേന്ന് രാവിലെ അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ശീലങ്ങളിൽ നിന്ന് അവിടുത്തെ മന്ത്രിയുടെ മകളായ ഷഹർസാദിനെ, അങ്ങനെ നറക്കെട്ട് ഷഹർസാദിന്റെ ഊഴം വരുമ്പോൾ ഷഹർസാദ് ആ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയും രാജാവിനോട് കഥകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. തന്നെ കൊല്ലുന്നതിന് മുമ്പ് തനിക്കൊരു കഥ പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഒരു കഥ പറഞ്ഞു കൊടുക്കുമ്പോ ആ കഥ തുടരും എന്നുള്ള അവസ്ഥയിൽ നേരം വെളുക്കുന്ന സമയത്ത് കഥ പറഞ്ഞ് അവസാനിക്കാതെ വരുമ്പോ രാജാവിന് അവരെ കൊല്ലാൻ തോന്നുന്നില്ല. നാളെ എന്ത് സംഭവിക്കും, ഈ കഥയുടെ തുടർച്ച എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷ. കഥകൾ എന്ന് പറയുന്നത് വല്ലാത്തൊരു സ്വാധീനമുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഥ പറയാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. കഥക്ക് പിന്നിൽ ഒരു സയൻസ് കൂടിയുണ്ട്. ഞാനൊരു കഥ പറഞ്ഞിട്ട് അതിലേക്ക് വരാം. കഥകൾ ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും കഥകള് രസമുള്ള കാര്യമാണ്. കുട്ടികളോട് നിങ്ങൾ കഥകൾ പറഞ്ഞു നോക്കൂ. കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുത്തിട്ടാണ് കുട്ടികളെ വളർത്തേണ്ടത്. ആ ഒരു കാലം നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. മുത്തശ്ശന്മാരും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കഥകളിലൂടെയാണ് കുട്ടികൾ മൂല്യം പഠിച്ചിരുന്നത്. ആ കഥകളിലൂടെ മൂല്യം പഠിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. രാമേശ്വരത്തെ കടപ്പുറത്ത് നിന്ന് ലോകത്തോളം വളർന്ന ഒരു മനുഷ്യനുണ്ട്, നമുക്കറിയാം. ഇന്ത്യയുടെ അഭിമാനമായി, ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായിട്ടുള്ള, ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടുള്ള APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം രാഷ്ട്രപതിയായിരിക്കുന്ന സമയത്ത് മുഗൾ ഗാർഡനിൽ ഇരുന്നു കൊണ്ട് ഒരു പത്രപ്രവർത്തകനോട് സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഞാൻ സത്യസന്ധത എന്ന് പറയുന്ന മൂല്യം ഇതുവരെ കൈവിട്ടിട്ടില്ല. ഞാൻ ഇതുവരെ സത്യസന്ധത എന്ന് പറയുന്ന മൂല്യം കൈവിട്ടിട്ടില്ല. APJ നമുക്കറിയാം. APJ രാഷ്ട്രപതിയായിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം വാങ്ങിയിരുന്നത് 1 രൂപ ശമ്പളമായിരുന്നു. ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാന പ്രകാരം ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. ആ രാഷ്ട്രപതിയായിരിക്കുന്ന സമയത്ത് പക്ഷെ ശമ്പളം വാങ്ങൽ നിർബന്ധമായിരുന്നു എന്നതുകൊണ്ട് മാത്രം 1 രൂപ ശമ്പളം വാങ്ങിയ മനുഷ്യനാണ് APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിന്റെ സത്യസന്ധത, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള മൂല്യങ്ങൾ അത് അനുകരണീയമാണ്. നമുക്ക് തുല്യതയില്ലാത്തതാണ്. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് രാമേശ്വരത്ത് നിന്ന് ഏതാനും കുടുംബക്കാര്
ഡൽഹിയിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട് രാഷ്ട്രപതിയായിരിക്കുന്ന സമയത്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ വിളിച്ച്, രാഷ്ട്രപതി ഭവൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, 100 കണക്കിന് മുറികളുള്ള വലിയ കൊട്ടാരമാണ് രാഷ്ട്രപതി ഭവൻ. സാധാരണ രാഷ്ട്രപതിയുടെ ബന്ധുക്കളൊക്കെ വന്നാൽ അവിടെ താമസിക്കും. പക്ഷേ തന്റെ ബന്ധുക്കൾ ഡൽഹിയിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോ APJ തന്റെ സെക്രട്ടറിയെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരിവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവരിവിടെ റൂമിൽ താമസിച്ചാൽ ആ റൂമിന് വാടക നിശ്ചയിക്കണം. അവർക്ക് ഇവിടെ ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് വണ്ടി ഏർപ്പാടാക്കിയാൽ അതിന് ചെലവഴിക്കുന്ന ഓരോ പൈസയും എഴുതി വെക്കണം. എന്നിട്ട് അവർ തിരിച്ചു പോയാൽ അവർക്ക് വേണ്ടി മൊത്തം എത്ര പൈസ ചെലവാക്കിയോ അത് മുഴുവൻ എന്നോട് പറയണം. ഇത് മറ്റാരും അറിയരുത് എന്ന് തന്റെ സെക്രട്ടറിയെ ചട്ടം കെട്ടുകയും, അങ്ങനെ ചട്ടം കെട്ടിയിട്ട് അവർ തിരിച്ചു പോകുമ്പോൾ 1 ലക്ഷത്തിലധികം രൂപ അവർക്ക് വേണ്ടി ചെലവാക്കി. ആ പണം മുഴുവൻ തന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്ത ചരിത്രമാണ് APJ അബ്ദുൽ കലാമിനുള്ളത്. എവിടെ നിന്നാണ് ഈ മൂല്യം കിട്ടിയത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയാണ് പത്രപ്രവർത്തകനോട്, എന്റെ ജീവിതത്തിൽ ഞാൻ സത്യസന്ധത ജീവിതകാലം മുഴുവൻ പുലർത്തിയിട്ടുണ്ട്. അതിന് കാരണം എന്റെ ഉമ്മ എനിക്ക് ചെറുപ്പത്തിൽ പറഞ്ഞു തന്ന ഒരു കഥയാണെന്ന്. എന്താണ് ആ കഥ? അത് കുഞ്ഞു അബ്ദുൽ ഖാദറിന്റെ കഥയാണ്. കാബൂളിൽ ജീവിച്ച കുഞ്ഞ് അബ്ദുൽ ഖാദർ ഒരിക്കല് പശുവിനെ മേക്കാൻ പോയിരുന്ന സമയത്ത് ആ പശു അവനോട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ അശരീരി പോലെ അവൻ കേൾക്കുകയാണ്. നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നീ ഉടൻ തന്നെ ബാഗ്ദാദിലേക്ക് പോകണം. അപ്പോ ഈ കുഞ്ഞ് അബ്ദുൽ ഖാദർ ഉമ്മയുടെ അടുക്കലേക്ക് വന്നിട്ട് ഉമ്മാനോട് പറയാണ്, ഉമ്മ എനിക്ക് ബാഗ്ദാദിൽ പോകണം, പഠിക്കാൻ വേണ്ടി എനിക്ക് ബാഗ്ദാദിൽ പോകണം. പഴയ കാലമാണ്, യാത്രാ സംവിധാനങ്ങളൊക്കെ പരിമിതമായ കാലമാണ്. അന്നൊക്കെ നമ്മള് കുട്ടികളെ ഇങ്ങനെ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞാൽ, പഠിക്കാനൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്ന വലിയ ഉറപ്പൊന്നുമില്ലാത്ത സംവിധാനമാണ്. അങ്ങനെ കുഞ്ഞ് അബ്ദുൽ ഖാദറിനെ ഉമ്മ പറഞ്ഞയക്കുകയാണ്. അവന്റെ സമ്പത്തിന്റെ വിഹിതമായിട്ടുള്ള 40 ദീനാറുകൾ അവന് ചെലവിന് വേണ്ടി കൊടുക്കുന്നു. വഴിനീള കൊള്ളക്കാരുണ്ടാവും. ബാഗ്ദാദിലേക്ക് കാബൂളിൽ നിന്ന് പോകണമെങ്കിൽ ഖൈബർ ചുരമൊക്കെ കയറിയിട്ട് പോകണം. അപ്പോ വഴിനീള കൊള്ളക്കാരുണ്ടാകും. ആ കൊള്ളക്കാരൻ നിന്നെ ആക്രമിച്ചാൽ അവര് കട്ടുകൊണ്ടുപോകാതിരിക്കാൻ ഈ 40 ദീനാറുകളും കുപ്പായത്തിനുള്ളിൽ തുന്നിക്കൊടുത്തുകൊണ്ടാണ് കുഞ്ഞ് അബ്ദുൽ ഖാദറിനെ പറഞ്ഞയക്കുന്നത്. അങ്ങനെ അബ്ദുൽ ഖാദർ യാത്ര പോവുകയാണ്. മോനോട് ഒറ്റ ഉപദേശം മാത്രമേ ഉമ്മ പറഞ്ഞിട്ടുള്ളൂ, മോനെ നീ ഒരിക്കലും കളവ് പറയരുത്. കുഞ്ഞ് അബ്ദുൽ ഖാദർ ഖൈബർ ചുരമൊക്കെ കയറി ബാഗ്ദാദിലേക്കുള്ള യാത്രയിൽ കൊള്ളക്കാര് അദ്ദേഹത്തെ ആക്രമിക്കുന്നുണ്ട്. കൊള്ളസംഘം യാത്രാസംഘത്തെ മുഴുവൻ ആക്രമിക്കുകയും അവരുടെ കയ്യിലുള്ളത് മുഴുവൻ അപഹരിക്കുകയും ചെയ്യുമ്പോൾ ഈ കുഞ്ഞ് അബ്ദുൽ ഖാദറിനോട് ചോദിക്കുന്നുണ്ട്, മോനെ നിന്റെ കയ്യിൽ എന്തുണ്ട്? അപ്പോ കുഞ്ഞ് അബ്ദുൽ ഖാദർ പറയാണ്, എന്റെ കയ്യിൽ 40 ദീനാറുണ്ട്, സ്വർണ്ണ നാണയങ്ങളുണ്ട്. അവരാദ്യം വിശ്വസിച്ചില്ല. പിന്നീടും ചോദിച്ചപ്പോ 40 സ്വർണ്ണ നാണയം ഉണ്ട് എന്ന് ചോദിച്ചപ്പോ എവിടെയെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം തന്റെ ഷർട്ട് അഴിച്ചിട്ട് ആ ഷർട്ടിനുള്ളിൽ തുന്നിപ്പിടിപ്പിച്ചിട്ടുള്ള 40 സ്വർണ്ണ നാണയങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കൊള്ളക്കാര് ചോദിക്കുന്നുണ്ട്, മോനെ നീ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അറിയില്ലായിരുന്നല്ലോ, എന്തിനാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ ഈ അബ്ദുൽ ഖാദർ പറയുന്നുണ്ട്, എന്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും കളവ് പറയരുത് എന്ന്. ആ കൊള്ളസംഘം പൊട്ടിക്കരഞ്ഞു എന്നാ. ഞങ്ങളെ ഉമ്മമാരും ഇതുപോലെ ഞങ്ങൾക്ക് ഒരുപാട് ഉപദേശം തന്നിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും പാലിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട ആ കൊള്ളസംഘം ഒരു സൂഫി സംഘമായി പരിവർത്തിക്കപ്പെട്ടു എന്ന് APJ അബ്ദുൽ കലാം ഈ പത്രപ്രവർത്തകനോട് പറയാൻ. എന്നിട്ട് പറയാണ്, ആ കഥ എന്റെ ഉമ്മ എനിക്ക് ചെറുപ്പത്തിൽ പറഞ്ഞു തന്നൊരു കഥയാണ്. അതിനുശേഷം ഞാൻ പിന്നീട് എന്റെ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, സത്യസന്ധത എന്ന് പറയുന്ന മൂല്യം ഞാൻ ഇതുവരെ കൈവിട്ടിട്ടില്ല എന്ന്. നോക്കൂ, കുഞ്ഞുകാലത്ത് കേട്ടിട്ടുള്ള ഒരു കഥ ഒരു മനുഷ്യനെ എങ്ങനെയാണ് അവന് മൂല്യങ്ങൾ ഉൾച്ചേർക്കുന്നത് എന്നത് നമുക്ക് ചിന്തനീയമാണ്. അതുകൊണ്ട് തന്നെയാണ് കഥകളെ സംബന്ധിച്ച് വലിയ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. കഥകൾ എങ്ങനെയാണ് മനുഷ്യനെ രൂപീകരിക്കുന്നത്. അതിലെ ഏറ്റവും വലിയ ഒരു പഠനം നടന്നിട്ടുള്ളത് വിൽ സ്റ്റോർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം അത് സംബന്ധിച്ച് ഒരു പുസ്തകം തന്നെ എഴുതി. ആ പുസ്തകത്തിന്റെ പേര് ദി സയൻസ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്നാണ്. ദി സയൻസ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. ആ പുസ്തകത്തിന് മുഴുവൻ പേര് ദി സയൻസ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്, വൈ സ്റ്റോറീസ് മേക്ക് എ ഹ്യൂമൻ ആൻഡ് ഹൗ ടു ടെൽ ദം ബെറ്റർ എന്നാണ്. വിൽ സ്റ്റോറിന്റെ പുസ്തകമാണ്. അപ്പം ആ പുസ്തകത്തിൽ കഥ പറയുമ്പോൾ
എന്താണ് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാനിപ്പോ ഒരു ചെറിയ കഥ പറഞ്ഞു. അതുപോലെ കുഞ്ഞു കഥകൾ നമ്മൾ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പോ ഹോജ കഥകൾ, അതുപോലെ മുല്ല കഥകൾ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞു കുഞ്ഞു കഥകളായിരിക്കും. 2 വരിയിലും 3 വരിയിലും ഒക്കെ നമുക്ക് പറഞ്ഞു പോകാവുന്ന ചില കഥകളുണ്ട്. പക്ഷെ ആ കഥ നമ്മുടെ മുന്നിൽ തീർക്കുന്ന ഒരു ആശയ ലോകമുണ്ട്. ആ ആശയ ലോകം അതിശയകരമായിട്ടുള്ള ഒരു ആശയ ലോകം. ഒരുപാട് നേരം നമുക്ക് ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുമുള്ള ഏറ്റവും നല്ല മാർഗമാണ് കഥ. ഒരു ഹോജ കഥ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹോജ ഒരു ദിവസം വീടിന്റെ മുറ്റത്ത് എന്തോന്ന് അങ്ങനെ തിരയാണ്. ഹോജ ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ എന്തോന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ, ചില സഹപ്രവർത്തകർ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. അല്ല ഹോജ, നിങ്ങൾ കുറെ നേരമായല്ലോ ഇതിങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്താണ് നിങ്ങൾ ഇത് തെരയുന്നത് എന്ന് ചോദിക്കുമ്പോ ഹോജ പറയുന്നുണ്ട്, ഞാൻ എന്റെ താക്കോല് തെരയാൻ. എന്റെ താക്കോല് തെരയാണെന്ന് പറഞ്ഞപ്പോ ഇവരും കൂടെ തെരയും. പക്ഷെ ഒരുപാട് നേരം തെരഞ്ഞിട്ടും ഈ താക്കോല് കാണാതിരിക്കുമ്പോ ഹോജയോട് വന്ന കൂട്ടത്തിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, അല്ല ഹോജ, ഇത് നഷ്ടപ്പെട്ടത് ഇവിടെ തന്നെയാണെന്ന് വല്ല ഉറപ്പുണ്ടോ? അപ്പൊ ഹോജ പറയുന്ന ഒരു മറുപടി ഉണ്ട്, നഷ്ടപ്പെട്ടത് ഇവിടെയല്ല, നഷ്ടപ്പെട്ടത് വീടിനകത്താണ്. പക്ഷെ അവിടെ വെളിച്ചമില്ലല്ലോ, വെളിച്ചമുള്ളത് എവിടെയല്ലേ? ഒരുപക്ഷെ ഈ കഥ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ചെറുപ്പത്തില് നമ്മളിത് കേട്ടപ്പോ ഇതെന്തൊരു ഭ്രാന്താണ് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ആ കഥയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു ആശയമുണ്ട്. നമ്മുടെ JCIയുടെ ക്രീഡിലൊക്കെ നമ്മൾ ചെല്ലുന്ന ഒരു കാര്യമുണ്ട്, ആശയമുണ്ട്. നമ്മൾ പറയുന്ന ആശയം, തപ്പേണ്ടത്, തിരയേണ്ടത് പുറത്തല്ല, അന്വേഷിക്കേണ്ടത് പുറത്തല്ല, അന്വേഷിക്കേണ്ടത് ഉള്ളിലാണ്, നഷ്ടപ്പെട്ടത് ഉള്ളിലാണ്. ഓരോ മനുഷ്യന്റെയും ഹാപ്പിനെസ്, ഓരോ മനുഷ്യന്റെയും സക്സസ് തിരയേണ്ടത് പുറത്തല്ല, ഉള്ളിലാണ്. ദി ഗ്രേറ്റസ്റ്റ് ട്രഷർ ഇൻ ദി വേൾഡ് ലൈസ് ഇൻ ഹ്യൂമൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നിധി ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഉള്ളിലാ. നമ്മൾ അതിനിങ്ങനെ പുറത്ത് തെരഞ്ഞുകൊണ്ടിരിക്കുക, പുറത്ത് തെരഞ്ഞ് സമയം പാഴാക്കിക്കൊണ്ടേയിരിക്കുക. നോക്കൂ, ഒരു ചെറിയ കഥയിലൂടെ എത്ര വലിയൊരു ആശയ ലോകമാണ് നമുക്ക് മുന്നിൽ തുറന്നു വെക്കപ്പെടുന്നത്. എത്രമാത്രം ചിന്തിക്കാനുണ്ട് ആ കാര്യങ്ങളിൽ. അതിനെ ഡിഫൈൻ ചെയ്യാൻ മാത്രം ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരും. അതാണ് വിൽ സ്റ്റോർ ആ പുസ്തകത്തിലൂടെ പറയുന്നത്. കഥ പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിന് എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്ന വലിയ പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. 3 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ബ്രെയിനിന് എന്ത് സംഭവിക്കും? ഒന്ന്, ആ പുസ്തകത്തിൽ വിൽ സ്റ്റോർ പറയുന്നത്, നിങ്ങൾ കഥ പറയുമ്പോൾ, നമ്മൾ ഒരു ട്രെയിനിങ്ങിനിടയിൽ, നമ്മൾ ക്ലാസ് റൂമുകളിൽ, നമ്മൾ ഒരു പ്രസംഗമധ്യേ ഒരു കഥ പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതുവരെ നമ്മൾ പറയുന്ന ആശയങ്ങൾ, നമ്മൾ പറയുന്ന ഡാറ്റകൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ പറയുമ്പോ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതിനേക്കാൾ 5 മടങ്ങ് വേഗത്തിൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന കഥ പറയുമ്പോൾ. സാധാരണ ഒരു കാര്യം പറയുന്നതിനേക്കാളും 5 മടങ്ങ് വേഗത്തിൽ നമ്മുടെ ബ്രെയിൻ കഥ പറയുമ്പോൾ വർക്ക് ചെയ്യും. രണ്ടാമത്, ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, കഥ പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിന് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ബ്രെയിനില് പലതരത്തിലുള്ള ഭാഗങ്ങളുണ്ട്, നമുക്കറിയാം. ഓരോ ഭാഗത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ബ്രെയിനിന്റെ ഓരോ വശങ്ങളാണ് പ്രവർത്തിക്കുന്നത്. മ്യൂസിക് കേൾക്കുമ്പോൾ, ഇങ്ങനെ മറ്റെന്തെങ്കിലും ചെയ്യുമ്പോൾ ഒക്കെ പല തരത്തിലും പല മേഖലകളാണ് ഉദ്ദീപിക്കപ്പെടുന്നത്. എങ്കിൽ ഒരു കഥ പറയുമ്പോൾ, ഒരു കഥ കേൾക്കുമ്പോൾ നമ്മുടെ ഹോൾ ബ്രെയിനും ഉദ്ദീപിക്കപ്പെടും എന്ന് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ തുടങ്ങിയവ സെക്രറ്റ് ചെയ്യും എന്നാണ് കഥ പറയുമ്പോൾ. എന്നിട്ട് ഒരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ട കാര്യം. കഥ പറയുമ്പോൾ എന്ത് സംഭവിക്കും? കഥ പറയുമ്പോൾ ന്യൂറൽ കപ്ലിംഗ് നടക്കുന്നു എന്നാണ്. നമ്മൾ കഥ പറയാൻ തുടങ്ങുമ്പോ ന്യൂറൽ കപ്ലിംഗ് നടക്കുന്നു. എന്താണ് ന്യൂറൽ കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ വെള്ളം തീർന്നു എന്ന് വിചാരിക്കുന്നു, വെള്ളമില്ല. അപ്പൊ അടുത്ത വീട്ടിൽ നിന്ന് മോട്ടർ അടിച്ചിട്ട് നമുക്ക് വെള്ളം കൊണ്ടുവരണം. അങ്ങനെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൈപ്പ് വാങ്ങിയിട്ട് അവിടുന്ന് ഇങ്ങനെ കണക്ട് ചെയ്യാൻ. അപ്പൊ രണ്ടാമതൊരു പൈപ്പ് കൂടെ വേണം, ലെങ്ത് കുറവാണ്, രണ്ടാമതൊരു പൈപ്പ് കൂടെ വേണം എന്ന് വെച്ചാൽ നമ്മളത് എന്ത് ചെയ്യും? അത് ഇങ്ങനെ ജസ്റ്റ് വെറുതെ 2 പൈപ്പുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് വെറുതെ മോട്ടർ അടിച്ചാൽ എന്ത് സംഭവിക്കും? കുറെ ലീക്കായി അല്ലേ? കുറെ ലീക്കേജ് വരും. അപ്പൊ ആ ലീക്കേജ് വരാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ആ ഒരു പൈപ്പിന്റെ
അഗ്രം നമ്മളൊന്ന് ചൂടാക്കിയിട്ട് അതിൽ ഗമ്മ് തേച്ചിട്ട് അതിനെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് അതിന് റിംഗ് ഒക്കെ ഇട്ടു. ഇതിനാണ് നമ്മൾ കപ്ലിംഗ് എന്ന് പറയും അല്ലെ. എന്താണ് കപ്ലിംഗ് എന്ന് പറയുന്നത്? അപ്പം യഥാർത്ഥത്തിൽ ഒരാൾ കഥ പറയാൻ തുടങ്ങുമ്പോ ന്യൂറൽ കപ്ലിംഗ് നടക്കുന്നു. അതായത് സ്റ്റോറി ടെല്ലറുടെയും ലിസണറുടെയും മസ്തിഷ്കങ്ങൾ തമ്മിൽ, ബ്രെയിനുകൾ തമ്മിൽ ഇതുപോലെ കപ്ലിംഗ് നടക്കും. ഇങ്ങനെ കപ്ലിംഗ് നടന്നാൽ എന്താ സംഭവിക്കുക? നമ്മൾ പറയുന്ന ആശയങ്ങൾ ഒട്ടും ചോരാതെ, ഒട്ടും ലീക്കാവാതെ മറ്റേ ആളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റോറി ടെല്ലർ ആവുക എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ആയാലും, ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ആയാലും, ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്താലും, സമൂഹത്തിലെ ഏത് മേഖലയിലും ഇടപെടുന്ന ആളും ഒരു സ്റ്റോറി ടെല്ലർ ആകുമ്പോൾ സംഭവിക്കുന്നത് അയാൾക്ക് മറ്റുള്ളവരുമായി ന്യൂറൽ കപ്ലിംഗ് നടത്താൻ, തന്റെ ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് വളരെ വ്യക്തതയോടെ എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതിന് ആ കഥ പറയുന്ന രീതിയിലും ഒക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ, അതിന്റെ ഭാഷ മനോഹരമാക്കിയാൽ, അതിന്റെ ക്യൂരിയോസിറ്റി നിലനിർത്തിയാൽ, അതിനെ കൃത്യമായിട്ടും അതിലെ ട്വിസ്റ്റുകൾ ഒക്കെ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ ആളുകളെ പിടിച്ചിരുത്താൻ പറ്റും. ജെയ്സി ഹൂനൻ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തക എഴുതിയിട്ടുള്ള ഒരു കഥയുണ്ട്. സ്നേഹപക്ഷികൾ എന്നാണ് ആ കഥയുടെ പേര്. സ്നേഹപക്ഷികൾ. ലൗമി എന്ന പേരുള്ള ഒരു കുഞ്ഞു പക്ഷി ഉണ്ടായിരുന്നു. ലൗമി എന്നായിരുന്നു ആ കുഞ്ഞു പക്ഷിയുടെ പേര്. ആ കുഞ്ഞു പക്ഷിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല. ഒറ്റക്ക് കഴിയുന്ന ഒരു കുഞ്ഞു പക്ഷിയാ. തന്നെ ആരും സ്നേഹിക്കാനില്ല എന്നതാണ് ആ പക്ഷിയുടെ ഏറ്റവും വലിയ സങ്കടം. എന്നെ ആരും സ്നേഹിക്കാനില്ലല്ലോ, എന്നെ ആരും സ്നേഹിക്കാൻ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സങ്കടപ്പെട്ട് ഒറ്റക്കിരിക്കുന്ന ലൗമി എന്ന പക്ഷി. അവസാനം ആ പക്ഷി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിന്റെ ഒരു കാക്കയോട് തന്റെ ദുഃഖത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും പരിഗണിക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള പരിഭവങ്ങൾ കാക്കയോട് പറയുമ്പോൾ കാക്ക പറയും, നീ ഒരു കാര്യം ചെയ്യൂ, നീ ഈ മരക്കൊമ്പിൽ ഇരുന്നിട്ട് ലൗമി ലൗമി എന്ന് ഉറക്കെ പറയൂ, ഉറക്കെ വിളിച്ചു പറയൂ, ലൗമി ലൗമി എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കൂ എന്ന് കാക്ക ഇതിനോട് പറഞ്ഞു കൊടുക്കാൻ. പക്ഷേ ലൗമി ലൗമി എന്ന് ഈ പക്ഷി ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടും ഒരാളും ഈ പക്ഷിയെ തിരിഞ്ഞു നോക്കിയില്ല. കാക്കയോട് പറഞ്ഞു, ആരും വരുന്നില്ലല്ലോ, ആരും എന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ലല്ലോ. അപ്പൊ കാക്ക പറയും, എനിക്ക് ഇത്രയേ ബുദ്ധിയുള്ളൂ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആനയോട് ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ആനയുടെ അടുക്കലേക്ക് പോവാം. ആനയോട് പറയും, ഈ പരിഭവങ്ങളൊക്കെ പറയും, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല. അപ്പൊ ആന പറഞ്ഞു കൊടുക്കും, ഒരു കാര്യം ചെയ്യും, നീ നിന്റെ വീടിന്റെ അടുത്തുള്ള മരക്കൊമ്പിൽ ഇരുന്നിട്ട് ലൗമി ലൗമി എന്നല്ലേ പറയുന്നത്, അതിന് പകരം ലവ് യു എന്ന് പറയൂ എന്നാണ്. ചെറിയൊരു മാറ്റം വരുത്തി നോക്കൂ, നീ പറയുന്ന ലൗമിക്ക് പകരം ലവ് യു എന്ന് വിളിച്ചു പറഞ്ഞു നോക്കൂ എന്ന് പറയും. ആ കുഞ്ഞു പക്ഷി ആ മരക്കൊമ്പിലിരുന്നിട്ട് ഉറക്കെ ലവ് യു എന്ന് വിളിക്കും. അപ്പോ അതിരുകൾക്കപ്പുറത്തു നിന്ന് മേഘപ്പാറകളെ കീറി വകഞ്ഞു മാറ്റിക്കൊണ്ട് ആയിരക്കണക്കിന് പക്ഷികൾ ആ പക്ഷിയുടെ അടുക്കലേക്ക് പറന്നു വന്നു. മേഘപാടുകൾ കീറി മുറിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പക്ഷികൾ ഈ കുഞ്ഞു പക്ഷിയുടെ അടുക്കലേക്ക് പറന്നു വന്നു. മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്നേഹം വാങ്ങുക എന്ന് പറയുന്നത്, സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കത് ലഭിക്കുക. അപ്പൊ സ്നേഹവും അതുപോലെയാണ്. നമ്മൾ എത്രമാത്രം മറ്റുള്ളവരോട് നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുവോ, അത് നമ്മൾ നമ്മുടെ പ്രവൃത്തിയിൽ കാണിക്കുന്നുവോ, അതിനനുസരിച്ചാണ് നമുക്ക് സ്നേഹം ലഭിക്കുക. അപ്പൊ ഒരു കുഞ്ഞു കഥ പറഞ്ഞുകൊണ്ട് ഒരു വലിയ ആശയത്തെ ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഞാൻ അവസാനിക്കുന്നു, നമ്മുടെ സമയം കഴിയുന്നു. ഇഷാം സാർ ഈ ഒരു 28ാം സോൺ 28ന്റെ ഈ ഒരു കർമ്മപഥം, ഈ ഒരു കർമ്മ നൈരന്തര്യത്തെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാതെ ഞാൻ അവസാനിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. മഹാത്മാഗാന്ധിയുടെ അടുക്കല് ഒരു ബ്രിട്ടീഷ് പ്രൊഫസർ വരുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ അടുക്കൽ ഒരു ബ്രിട്ടീഷ് പ്രൊഫസർ വന്നിട്ട് മഹാത്മാഗാന്ധിയോട് പറയുന്നുണ്ട്,
മിസ്റ്റർ ഗാന്ധി, അദ്ദേഹം ഒരു ഹിസ്റ്ററി പ്രൊഫസറാണ്. അപ്പൊ ഈ ഹിസ്റ്ററി പ്രൊഫസർ ഗാന്ധിയുടെ അടുക്കൽ വന്നിട്ട് ഗാന്ധിയോട് പറയുന്നുണ്ട്, മിസ്റ്റർ ഗാന്ധി, ഞാൻ ഈ ലോകത്തിന്റെ മുഴുവൻ ചരിത്രം പഠിച്ച ആളാണ്, ഈ ലോകത്തിന്റെ മുഴുവൻ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം പഠിച്ച ആളാണ്, ഈ ലോകത്തിലെ രാജ്യങ്ങൾ എങ്ങനെയാണ് സ്വതന്ത്രമായത് എന്നുള്ള ചരിത്രമൊക്കെ എനിക്കറിയാം. ലോകത്തൊരു രാജ്യവും നിങ്ങൾ ഈ ചെയ്യുന്ന രൂപത്തിലുള്ള സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയ ചരിത്രമില്ല. നിങ്ങൾ ഈ ചെയ്യുന്ന സമരം ഉണ്ടല്ലോ, അത് സഹിഷ്ണുതയുടെ, നിരാഹാരത്തിന്റെ, സത്യാഗ്രഹത്തിന്റെ, ഈ സമരം ചെയ്തിട്ട് ലോകത്ത് ഒരു രാജ്യവും ഇതുവരെ സ്വാതന്ത്ര്യം നേടിയിട്ടില്ല. നിങ്ങളുടെ ഈ സമരമൊക്കെ പാഴാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാത്മാഗാന്ധിയോട് പറയുമ്പോൾ ഗാന്ധിജി ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്ന ഒരു മറുപടിയുണ്ട്, മിസ്റ്റർ പ്രൊഫസർ, യു ആർ എ പ്രൊഫസർ ഓഫ് ഹിസ്റ്ററി, യു ആർ ടീച്ചിങ് ഹിസ്റ്ററി, ഐ ആം മേക്കിംഗ് ഹിസ്റ്ററി എന്ന്. മിസ്റ്റർ പ്രൊഫസർ, you are a professor of history, you are teaching history, I am making history എന്ന്. ഒരുപക്ഷെ ഇതിന്റെ തുടക്കത്തിൽ ഡോക്ടർ ഹിഷാം ഹൈദറിനോട് ചിലര് പറഞ്ഞിട്ടുണ്ടാവും, ഇതൊന്നും നടക്കൂല, ഇങ്ങനെയൊന്നും ഇത്ര 259 ദിവസമൊന്നും ഇങ്ങനെ ഒരു പരിപാടിയൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുമ്പോ അവരോട് മനസ്സുകൊണ്ട് ഡോക്ടർ ഹിഷാം പറഞ്ഞിട്ടുണ്ടാവും, ഐ ആം മേക്കിംഗ് ഹിസ്റ്ററി, ഞാൻ ഒരു ചരിത്രം നിർമ്മിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുള്ള, ഈ ആശയത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള ഹിഷാം ഹൈദറിനും അതുപോലെ തന്നെ സോൺ 28 ഇതിന്റെ പിന്നണി പ്രവർത്തകരായി കർമ്മനൈരന്തര്യത്തോടെ ഇതിനോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സൈനിങ് ഓഫ്, ജെസി ഷർഷാദ്. താങ്ക് യു. താങ്ക് യു. താങ്ക്സ് അലോട്ട് ഷർഷാദ് സാർ ഫോർ യുവർ വണ്ടർഫുൾ സെഷൻ. ഇന്നത്തെ രാവിലെ വളരെ ഗംഭീരമായിക്കൊണ്ട് എങ്ങനെ ഒരു കഥ പറയലിന്റെ ഒരു ആർട്ട് എന്താണ്, കഥ പറയലിന്റെ പ്രാധാന്യം എന്താണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്ന, കഥ പറഞ്ഞുകൊണ്ടും അതുപോലെ അതിന്റെ എല്ലാ രീതികളിലൂടെയും പറഞ്ഞ് മനസ്സിലാക്കി തന്ന, എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കി തന്ന ഷർഷാദ് സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇവിടെ ഇന്ന് വീഡിയോ ഓൺ ആക്കിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, ആക്റ്റീവായിട്ട് എന്നുള്ള ആളുകളുണ്ട്. ബൈജു സാറുണ്ട്, അബ്ദുൽ മജീദ് സാറുണ്ട്, നവാസ് സാറുണ്ട്, പ്രിയാമണി മാഡം, ശിവദാസ് സാറ്, ഷിനു സാർ, വിജയൻ സാറ്, രാജേഷ് ചന്ദ്ര സാറ്, ഹേമ മാഡം, ഹൗവ ഡോക്ടർ, മല്ലിക മാഡം, മോഹനാചാര്യ സാറ്, അബ്ദുൽ ജലീൽ സാറ്, ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. നമ്മള് ഇപ്പം ഷർഷാദ് സാർ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ഈ ഷർഷാദ് സാറിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഇന്നലത്തെ ട്രെയിനർ പെട്ടെന്ന് തന്നെ അവൈലബിൾ അല്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോ ഇന്നലെ ഏകദേശം വൈകുന്നേരം 6 മണിക്ക് ശേഷമൊക്കെയാണ് ഷർഷാദ് സാറിന്റെ കൺഫർമേഷൻ ആവുന്നത്. കാരണം ഇന്നലെ 17 ആളെ വിളിച്ചിട്ടാണ് ഇന്നലെ ഒരാള് കൺഫേം ആവുന്നത്. കാരണം അതിന്റെ മുമ്പത്തെ ആൾക്ക് പെട്ടെന്ന് ഒരു ക്യാൻസലേഷൻ വരികയും 17ാമത്തെ ആളാണ് ഷർഷാദ് സാർ ഓക്കെ പറയുകയും, അദ്ദേഹം ഒരു ട്രെയിനിങ് സെഷനിലായിരുന്നു, രാത്രി 9:30 വരെ ഒരു പ്രോഗ്രാമിലായിരുന്നു. എന്നിട്ടും അത് ഏറ്റെടുക്കുകയും വളരെ ഗംഭീരമായിട്ട് ഇവിടെ സെഷൻ നൽകുകയും ചെയ്ത ഷർഷാദ് സാറിന് എല്ലാവിധ ആശംസകളും 7 AM മോർണിംഗ് ഡ്രൈവിന്റെ പേരിലും സോൺ 28ന്റെ പേരിലും അർപ്പിക്കുകയാണ്. ദ ടൈം ഈസ് ഫോർ ഓപ്പൺ ഫോറം ആൻഡ് ഫീഡ്ബാക്ക്. ഗുഡ് മോർണിംഗ് സർ. കേൾക്കുന്നുണ്ടോ? യെസ്. യാ സർ, പിന്നെ ഇന്നിപ്പം സാറ് പറഞ്ഞു തന്ന 3-4 കാര്യങ്ങളാണ് നമുക്ക് അത്രയും എങ്ങനെ എന്താ പറയാ നമ്മൾ സ്നേഹിക്കപ്പെടുക ഒന്ന്. രണ്ടാമത്തെ കാര്യം കഥ എങ്ങനെ പറയണം, അത് സാറ് പറഞ്ഞു തന്നെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഏറ്റവും ബെസ്റ്റ് എന്താ പറയാ, നമ്മള് എന്താ പറയാ ഒരു മിനിറ്റ് ഇതിന്ന് കണ്ണ് മാറ്റാനോ അല്ലെങ്കിൽ ശ്രദ്ധ പോവാനോ ഒന്നും പറ്റാത്ത രീതിയിൽ അത്രയും നല്ല സെഷൻ ആയിരുന്നു. അടിപൊളി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഒന്നും പറയാനില്ല. ഹിഷാം സർ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞത് നമ്മൾ കുറെ കാലമായിട്ട് ഞാനും ഇതിലൊരു ഭാഗം ആയതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ സർ സ്റ്റാർട്ട് ചെയ്ത്, ചിത്ര മാം സ്റ്റാർട്ട് ചെയ്തത് അടിപൊളി. എല്ലാവർക്കും എന്താ പറയാ ഇതിന് മുൻകൈ എടുത്ത് നമുക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തു തന്ന ഹിഷാം സാറിനും ചിത്ര മാമിനും പിന്നെ നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും അടിപൊളി, സൂപ്പർ, ഒരു നല്ല താങ്ക് യു പറയാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വളരെ ഒരു വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. കാരണം സാറെ അതൊക്കെ ഏറ്റവും എണീക്കുമ്പോൾ വീണ്ടും കഥ കേൾക്കാനും പറ്റിയൊരു ഭാഗ്യവതിയാണ് ഞാൻ. കാരണം ഇന്നത്തെ സെഷനിൽ ഞാനുണ്ടായി. അപ്പൊ എന്റെ ഒരു മനസ്സിന്റെ ഒരു ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. കാരണം കഥകളുടെ രാജകുമാരൻ നമ്മുടെ ജെസിയയിൽ ഒരു സെഷൻ എടുക്കാൻ
എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും ബാധ്യത തന്നെയാണ്. വണ്ടർഫുൾ സെഷനാണ്. കാരണം as a ടീച്ചർ എനിക്ക് പല ഭാഗത്തും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കഥകൾ എനിക്ക് ഒരുപാട് കിട്ടി. എനിവേ താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വീണ്ടും ഇന്ന് രാത്രി. ഗുഡ് മോർണിംഗ്. ഞാൻ JC ശിവദാസ് നെമ്മാറ. ഈ നമ്മുടെ ഈ രാവിലത്തെ പരിപാടിയിൽ വിവിധമായ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. അതിൽ എൻ്റെ വൈഫിന് വളരെ വേണ്ടപ്പെട്ട വൈഫിൻ്റെ കൂടെ വർക്ക് ചെയ്ത മല്ലിക സിസ്റ്റർ ഈ വീഡിയോ ഓപ്പൺ ചെയ്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ മല്ലിക സിസ്റ്ററിനെ 2 വാക്ക് പറയാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് നോക്കട്ടെ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പറയാൻ വേണം. ഞാൻ എന്നും ക്ലാസ് കേൾക്കാറുണ്ട്. എന്നെ സ്നേഹലത എന്ന ഇതിനെ പറ്റി എനിക്കൊരു വിവരം തന്നു. അന്ന് തന്നെ മുതൽ ഞാൻ ക്ലാസ് കേൾക്കുന്നുണ്ട്. വീഡിയോ ഓൺ ചെയ്യാറില്ല. പക്ഷെ എനിക്ക് വളരെ ഉപകാരപ്രദമായ ക്ലാസ് ആയിരുന്നു. രാവിലെ ഞാൻ അമ്പലത്തിൽ പോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയിരുന്ന ഒരാളാണ്. ഇപ്പൊ ഈ കാര്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ സമയം അമ്പലത്തിലേക്ക് പോക്ക് ഇത് കഴിഞ്ഞിട്ട് ആക്കിയിട്ടാണ് ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. 10 വർഷമായി ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് ഒരു ക്ലാസ്സും കേൾക്കാൻ എനിക്ക് ഉള്ള സൗകര്യം കിട്ടിയിട്ടില്ല. ഇപ്പൊ എനിക്ക് ഈ ക്ലാസ് വളരെയധികം ഉപകാരപ്രദമായിട്ടും തോന്നുന്നു. വളരെ വളരെ താങ്ക്സ്. സ്നേഹലതയ്ക്കും ഒരു താങ്ക്സ്. താങ്ക് യു മാഡം. Anybody else? Sir, good morning. Good morning. സ്റ്റോറി എങ്ങനെ ഇത്ര ഫലപ്രദമായിട്ടൊരു ക്ലാസ് സാറ് അവതരണം ഗംഭീരായിരുന്നു. കൃത്യമായിട്ട് നമുക്ക് ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറിയായി മാറി. അത് ഒരു കഥ പറയുന്ന ആളുടെ ഒരു കഴിവാണ് സാർ. അതിന് ഗംഭീരമായി വിജയിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഥക്ക് ഇത്രമാത്രം ഒരു ഇഫക്റ്റ് ഉണ്ടാവുന്നില്ല സാർ. ആ സയന്റിഫിക് വശം കൂടി പറഞ്ഞപ്പോ വളരെ കൃത്യമായി. താങ്ക് യു സാർ. അടിപൊളി ക്ലാസ് ആയിരുന്നു. താങ്ക് യു. നമസ്കാരം സാർ. വളരെ നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു സാർ നടത്തിയത്. സയൻസ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള ഒരു പുസ്തകം ഉണ്ടെന്നുള്ളത് സാറ് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ ആ പുസ്തകം നമുക്ക് വായിക്കേണ്ടതാണ്. സാർ അത് വായിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഫലപ്രദമായി സാറിന് നല്ല നല്ല സ്റ്റോറീസ് പറയാൻ കഴിയും. അത് നന്നായിരിക്കും സാർ. താങ്ക് യു സർ. ആ പുസ്തകത്തിന്റെ പേരൊന്ന് ചാറ്റ് ബോക്സിൽ ഇടാൻ പറ്റുമോ? സയൻസ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. ഗുഡ് മോർണിംഗ് സാർ. വണ്ടർഫുൾ സെഷൻ. വലിയ വലിയ കാര്യങ്ങളാണ് സാറ് ഈ സമയം കൊണ്ട് പറഞ്ഞു തീർത്തത്. 2-3 കഥകളുടെ വളരെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വലിയ ആശയങ്ങളെ പറഞ്ഞു തീർക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ മനോഹരമായിട്ടുണ്ട് സാറിന്റെ അവതരണ രീതി. താങ്ക് യു സാർ. സാർ, ആ സ്റ്റോറി റൈറ്റർ ആരാണ്? വിൽ സ്റ്റോർ. ഞാൻ ടൈപ്പ് ചെയ്യും. ഓക്കെ സാർ. സർ, ഗുഡ് മോർണിംഗ്. സായിദ ടീച്ചറാണ്. പിന്നെ ക്ലാസ് അടിപൊളിയായിരുന്നു. നല്ലൊരു തിരിച്ചറിവ് ക്ലാസ്സിലൂടെ കിട്ടി. കാരണം നമ്മളുടെ മക്കൾക്കൊക്കെ നമ്മളൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട ഒരു കാര്യമാണിത്. നമ്മളെ ധൃതി പിടിച്ചുള്ള ഈ ഓട്ടത്തിനിടയില് നമ്മളെ മക്കൾക്കൊന്നും ഇത്തരത്തിലുള്ള ഒരു വാല്യൂസും കൊടുക്കാറില്ല. ശരിക്കും നല്ലൊരു തിരിച്ചറിവാണ്. ശരിക്കും നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമ്മളിത് തുടങ്ങണം എന്നുള്ള നല്ലൊരു തിരിച്ചറിവ് കിട്ടി. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഞാൻ ഇന്ന് ലേറ്റ് ആയാണ് ഈ മീറ്റിംഗിൽ കയറിയത്. മറ്റൊരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് 7:19 ഞാൻ ഇതിൽ കയറിയത്. ഒരുപാട് സന്തോഷം തോന്നി. താങ്ക് യു സോ മച്ച്. എല്ലാം ഇതിൽ തന്നെ ഉണ്ട്, പറയാൻ മറ്റൊന്നുമില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. എല്ലാവർക്കും കഴിഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, നവാസ് സാർ ഓടിയൊക്കെ വരുന്നുണ്ട്. നവാസ് സാർ പറയാൻ വരുന്നല്ല. ഒരു വാക്ക് പറയാൻ നല്ല തിരക്കിലായിരുന്നു. ഓക്കെ, ഈ കഥ പറച്ചിലൂടെ 2-3 കഥകൾ തന്നെ പറഞ്ഞുകൊണ്ട് കഥ പറച്ചിലിന്റെ പ്രാധാന്യം, അതിന്റെ ചരിത്രം ഒക്കെ ഷർഷാദ് സാർ പറഞ്ഞു. ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ സെഷൻസ്. ഓരോ കഥ പറയുമ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പോവായിരുന്നു.
പിന്നെ മുല്ലാ നസറുദ്ദീന്റെ താക്കോല് പുറത്ത് കളഞ്ഞു പോയപ്പോഴുള്ള കഥ. ഞാൻ ഈ കഥ ചിലപ്പം വീട്ടിൽ നിന്ന് എന്റെ ബൈക്കിന്റെ താക്കോല് പുറത്ത് കളഞ്ഞു പോയപ്പോ എനിക്ക് കിട്ടുന്നോടത്ത് തെരഞ്ഞപ്പോ എന്റെ പെണ്ണുങ്ങൾ ഇത് പറഞ്ഞ് ചീത്തറണം, ഇമ്മാതിരി പരിപാടിയാണ് നിങ്ങൾ ഈ മുല്ലാ നസറുദ്ദീന്റെ കഥ കേട്ടുകൊണ്ട് പിന്നെ വിളിച്ച് കിട്ടിയോടത്ത് തരികയെന്നൊക്കെയുള്ള പരിപാടി ഒന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അതേപോലെ എനിക്ക് മറ്റേ കഥ ഓർമ്മ വന്നത് മേക്കിംഗ് ഹിസ്റ്ററി. എന്റെ സുഹൃത്തായ ഒരു ഹിസ്റ്ററി അധ്യാപകൻ, +2 അധ്യാപകനാണ്. എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് മൂപ്പര് ചിലപ്പോൾ നെഗറ്റീവ് അടിക്കും. അപ്പൊ ഞാൻ സ്ഥിരമായി അടിക്കുന്ന സംഭവമാണ്, നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുക, നമ്മളൊരു ഹിസ്റ്ററി ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്ന്. അപ്പൊ ഓരോ കഥകളും നമ്മളങ്ങനെ എക്കാലത്തും പ്രചോദിപ്പിക്കുകയാണ്. അപ്പൊ എൻ്റെ സാറ് പറഞ്ഞ എന്താ പറയാ കപ്ലിംഗ് ഉണ്ടല്ലോ, ന്യൂറൽ കപ്ലിംഗ്, അതൊരു പുതിയ അറിവാണ് കേട്ടോ. എന്തായാലും ഈ സെഷൻ സാറ് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. താങ്ക് യു സർഷാദ് സർ ആൻഡ് താങ്ക് യു ചെയർമാൻ. താങ്ക് യു നവാസ് സാർ. ഇവിടെ ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഫീഡ്ബാക്ക് പറയുകയും വീഡിയോ ഓൺ ആക്കിയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുകയും മെസ്സേജിലൂടെ നമ്മൾ സ്ഥിരമായിട്ടുള്ള അസീസ് സാറ് നല്ല ഗംഭീരമായിട്ടുള്ള മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് ഷർഷാദ് സാറിന് വേണ്ടിയിട്ട്. കഥ പറയലിന്റെ പ്രാധാന്യം കവിതയുടെ മാധുര്യത്തോടു കൂടി കാമ്പ് പോകാതെ വീര്യം ചോരാതെ കരുത്തുറ്റ കഥകളിലൂടെ പറഞ്ഞു തന്ന ഷർഷാദ് സാറിന് കേരളത്തിന്റെ ഉള്ളിൽ നിന്നുള്ള നന്ദി. അസീസ് വിളംബരം, ജെസി കോട്ടക്കൽ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പ്രോഗ്രാമിൽ വീക്ഷിച്ച എല്ലാ ആളുകൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒഫീഷ്യലായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് വേണ്ടിയിട്ട് ആരോടെ ഉള്ളത്? നവാസ് സാറിന് പറഞ്ഞോളൂ ഒഫീഷ്യലായിട്ട് വോട്ട് ഓഫ് താങ്ക്സ്. Once again, thank you, Chairman, for this wonderful privilege. നമ്മുടെ ഈ സെഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു, വളരെ അടിപൊളിയാണ്. നമ്മളെ എല്ലാവരും ഇരുത്തി മറ്റേ അവിടെ ഇരുത്തി ഈ കഥ ഈ സെഷനോടൊപ്പം കൊണ്ടുപോയൊരു സെഷനായിരുന്നു. അപ്പോ ഇങ്ങനെ ഒരു പരിപാടിക്ക് മുൻകൈ എടുത്ത നമ്മുടെ സോൺ പ്രസിഡന്റ് ചിത്ര മാഡത്തിന് ഔപചാരികതയുടെ പേരിൽ നന്ദി പറയുന്നു. അതോടൊപ്പം ഇത്തരം നല്ല നല്ല സെഷനുകൾ അവതരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഫാക്കൽറ്റീസിനെ കണ്ടെത്തി അവതരിപ്പിക്കുന്ന നമ്മുടെ ഡോക്ടർ ഇഷാം ഹൈദർ സാറിനും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നു. ഇന്നത്തെ സെഷൻ വളരെ ഗംഭീരമാക്കിയ നമ്മുടെ ഷർഷാദ് പുറക്കാട്ടിരി സാർ, അദ്ദേഹത്തിന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുകയാണ്. അതോടൊപ്പം ഇന്നത്തെ പരിപാടി വീഡിയോ ഓണാക്കിക്കൊണ്ടും അല്ലാതെയും വളരെ സജീവമായി പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഓവർ ടു യു ചെയർമാൻ. താങ്ക് യു നവാസ് സാർ ഫോർ യുവർ നൈസ് ടോക്ക്. എനിവേ, നമുക്ക് നാളെ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ദ മീറ്റിംഗ് ഇൻ കണക്ഷൻ വിത്ത് ദ 7 AM മോർണിംഗ് ഡ്രൈവ് ഓഫ് ജെസി ഇന്ത്യ സോൺ 28 ഈസ് ഹിയർ ബൈ അഡ്ജേർൻഡ്. താങ്ക് യു ആൾ. എല്ലാവർക്കും നല്ല ശുഭദിനം നേരുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. Thank you all. Thank you. Thank you so much.